നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടോ? ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു റീയൂണിയൻ പോസിബിൾ ആണോ? പാസ്റ്റ് ലൈഫിൽ അവർ അനുഭവിച്ചിട്ടുള്ള ഒത്തിരി നല്ല നല്ല കാര്യങ്ങളുണ്ട്. അവർ എക്സ്പീരിയൻസ് ചെയ്ത ഒത്തിരി നല്ല അനുഭവങ്ങൾ അവർക്കുണ്ട്. അത്തരം കഴിഞ്ഞു പോയ നല്ല നല്ല എക്സ്പീരിയൻസുകളാണ് ഓരോ നിമിഷവും ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അത്തരം ഓർമ്മകൾ ഒരിക്കലും നിങ്ങളെ വിട്ട് പിരിയാത്ത പോലെ നിങ്ങൾക്ക് തോന്നാറുണ്ട് ഓരോ നിമിഷവും. ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഈ വ്യക്തിയുടെ ഈ നല്ല ഓർമ്മകൾ, ആ വ്യക്തിയുമായിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ ഓർത്തെടുക്കാറുണ്ട്. നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് പോലും നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിട്ട് പോലും ഈ ഓർമ്മകളാണ് ആ വേദനയെ മറക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത്. ഓരോ നിമിഷവും നിങ്ങളെ ഇത്രയധികം വേദനിപ്പിക്കുകയായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് നോ കോൺടാക്ട് സിറ്റുവേഷൻ തന്ന്, നിങ്ങളെ വിളിക്കാതിരുന്ന്, നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങനെയൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾ വീണ്ടും ഈ പഴയ കാര്യങ്ങൾ ഓർത്തിട്ട് സമാധാനിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റും. അതായത് ഒരു പുറത്തുനിന്നൊരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ആയിട്ട് പറയാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഉണ്ട്. ഈ ഒരു സമയത്ത് പോലും ആ വ്യക്തിയിൽ നിന്നുണ്ടായ എന്തോ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഹീലിംഗ് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ അംഗീകരിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾക്ക് അത് പലർക്കും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം. പലർക്കും ഹയർ സെൽഫുമായിട്ട് കണക്ഷൻ കിട്ടുന്നുണ്ടാവാം. സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുണ്ടാവാം. അതിന് വേണ്ടിയിട്ടുള്ള ഏഞ്ചൽസിൻ്റെ സപ്പോർട്ടും നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. ഒരേ സമയത്ത് തന്നെ പല കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ഒരു കാര്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ പല ഡയറക്ഷനിലാണ് ചിന്തിച്ചു കൂട്ടുന്നത്. അത്തരം ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ഏത് ലക്ഷ്യം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടതെന്ന് പോലും നിങ്ങൾക്ക് ചില നേരത്തെ കൺഫ്യൂഷനാണ്. ഏഞ്ചൽസിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. പക്ഷേ അതിന് നിങ്ങൾ സിംപ്ലി ഒരു കാര്യം, ഒറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക എന്നാണ് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് ലഭിക്കുന്നത്. നിങ്ങൾ ശക്തമായിട്ട് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത് ഒരു റീയൂണിയൻ പോസിബിൾ ആകുമോ എന്നാണ് പലരും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഒരു റീയൂണിയൻ വേണമെന്ന് ശക്തമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള എല്ലാ പവറും യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ പലർക്കും ഈ മാനിഫെസ്റ്റേഷൻ സക്സസ് ആവാത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പല ചിന്തകളിലോട്ട് പോവുകയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ റീയൂണിയൻ പോസിബിൾ ആണോ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരൊറ്റ ലക്ഷ്യം മാത്രം ഇടുക. ആ ഒരൊറ്റ ലക്ഷ്യം മാത്രം ഉദ്ദേശിച്ച് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റീയൂണിയൻ പോസിബിൾ ആകും. അതിന് വേണ്ടിയിട്ടുള്ള കാർഡ്സാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഫൈനൽ കാർഡ് നിങ്ങൾക്ക് കാണാം. ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡും എൻലൈറ്റ്മെൻറ്റ് കാർഡുമാണ്. അപ്പോൾ അത് രണ്ടും രണ്ട് കാർഡ്സും പോസിറ്റീവ് കാർഡ്സാണ്. അതുകൊണ്ട് നിങ്ങളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത്. മാനിഫെസ്റ്റേഷനുകൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അതിലേതെങ്കിലും ഒരു ടെക്നിക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു സക്സസ് എന്തായാലും കിട്ടുമെന്ന് തന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഏഞ്ചൽസിൻ്റെയും യൂണിവേഴ്സിൻ്റെയും സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അവർക്ക് ജീവിതത്തിൽ വളരെ ശക്തമായ ചേഞ്ചസ് ആണ് വരാൻ പോണത്. ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോഴും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ച് വളരെ ദുഃഖിതരായിട്ട് നിങ്ങൾക്ക് സ്നേഹം കിട്ടാത്തതിനെ പറ്റിയെല്ലാം ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് പിറകിലുള്ള വലിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള വഴികളിൽ കിട്ടാവുന്ന ഏറ്റവും ഭാഗ്യമേറിയ നിമിഷങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവാനായിട്ട് നിങ്ങളോ അല്ലെങ്കിൽ ആ വ്യക്തിയോ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി ഒത്തിരി കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഒത്തിരി റിസ്കുകളുണ്ട് ഈ ഒരു കാര്യത്തിൽ. ഒന്നുകിൽ ഇത് എനിക്കൊരു ആഫ്റ്റർ മാരേജ് റിലേഷൻഷിപ്പായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉള്ളതായിട്ടോ ഉള്ള ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് തന്നെ പറയാം. മേ ബി ഈ ഒരു സ്ട്രഗിൾസ് തന്നെ ആയിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ വീട്ടിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി അറിഞ്ഞിട്ട് ആ വ്യക്തിയുടെ അമ്മ അല്ലെങ്കിൽ ആ റിലേഷനിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ ഈ ഒരു ബന്ധത്തെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ടാവാം. പലർക്കും ഈ ഒരു സ്ട്രഗിൾസിനെ പറ്റി അറിയാം, ചിലർക്കാണെങ്കിൽ അറിയുന്നില്ല, അവരറിയുന്നുണ്ടാവില്ല ഇവരെന്തുകൊണ്ടാണ് ഈ നോ കോൺടാക്ട് സിറ്റുവേഷനിലായിപ്പോയത് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതെന്ന് അറിയാത്തവരുണ്ടാവാം. പക്ഷേ അത്തരം ഒരു വലിയ സിറ്റുവേഷൻ ആ വ്യക്തി ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുമായിട്ടൊരു കോൺടാക്റ്റ് അവർ വരാത്തത്. അപ്പോൾ ഒരു റീയൂണിയൻ പോസിബിൾ ആണോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് നമുക്ക് പറയുന്നത്, അവർ ഒത്തിരി അറ്റാച്ച്ഡ് ആണ്, നിങ്ങളുമായിട്ട് ഒത്തിരി അറ്റാച്ച്ഡ് ആണ്. പക്ഷേ അവരുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് തന്നെ അവർക്ക് അവരുടെ ലൈഫിലുള്ള പല സ്ട്രഗിൾസ് കൊണ്ട് അവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാഹചര്യമില്ല. റിലേഷന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ ഉള്ളിൽ സ്നേഹവും ഉണ്ട്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. കാര്യം നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു പവർ നിങ്ങൾക്കോ അല്ലെങ്കിൽ ആ വ്യക്തിക്കോ ഇല്ലാത്തത് കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ വളരെ വലിയൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. എന്തെങ്കിലും സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ട്രഗിൾസ് ആ വ്യക്തി ഫേസ് ചെയ്യുന്നതും നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും.